ഹായ് ഹലോ ദേവൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും ബാജിക്കറിയാണ്. ഉരുളക്കിഴങ്ങ് കറിയില്ലേ, നമ്മൾ ബാജിക്കറി എന്നാണ് പറയാറ്. അങ്ങനെ ഞാൻ പൂരിയും ബാജിക്കറിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഇന്നൊന്ന് കണ്ടത്തിലേക്ക് പോകണം. നെല്ല് വിളഞ്ഞ് പാകമായി വന്നിട്ടുണ്ട്. ഞാൻ കുറേ ദിവസമായി കണ്ടത്തിലേക്ക് പോകാത്ത, അപ്പോൾ ഇന്നൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് നമുക്ക് കണ്ടത്തിലേക്ക് പോകാം. കണ്ടത്തിൽ നല്ല അടിപൊളി കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കണ്ടത്തിലേക്ക് പോവാണ്. അധികം വെയിൽ വരുന്നതിന് മുമ്പേ പോകാമെന്ന് വിചാരിച്ചു. ഒരു 11 മണി 12 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല വെയിലും ചൂടുമായിരിക്കും. പുറത്തേക്ക് ഇറങ്ങാനേ പറ്റില്ല. അതുകൊണ്ട് വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കണ്ടത്തിലെത്തി. അധികം ദൂരമൊന്നുമില്ല കേട്ടോ, കുറച്ച് പോകാനുള്ളൂ. നമ്മുടെ നെല്ലിതാ വിളഞ്ഞ പാകമായി നിൽക്കുന്നുണ്ട്. എന്ത് ഭംഗിയാണല്ലേ കാണാൻ വേണ്ടിയിട്ട്. 2 ദിവസം കൂടി കഴിഞ്ഞാൽ നെല്ല് മൂരാനായി. കാറ്റിനൊപ്പം നിസ്സാരമായി ആടുന്ന ഈ നെൽപ്പാടങ്ങൾ കർഷകൻ്റെ സ്വപ്നങ്ങളുടെ നിറവാണ്. ഓരോ കതിരിലും ഒളിഞ്ഞിരിക്കുന്നത് ഒരു കർഷകൻ്റെ പ്രതീക്ഷയാണ്. പൊന്നിൻ്റെ നിറമുള്ള നെല്ല് കാണുമ്പോൾ എന്ത് ഭംഗിയാണല്ലേ. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ പ്രയത്നവും സ്നേഹവും ഒക്കെ ഉണ്ട്. അനുവാടൻ്റെ ഒരുപാട് നാളത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ കാണുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട് എല്ലാ ജോലികളും ഒരുമിച്ച് ചെയ്യേണ്ടതാണ്. അനുവാടിന് ഇതിനിടയ്ക്ക് ഡ്യൂട്ടിക്ക് പോകണം, റബ്ബർ ടാപ്പിങ്, വാഴ കൃഷി, അപ്പോൾ എല്ലാം കൂടി ആകുമ്പം ഒരുപാട് ജോലിയാവും. എനിക്കാണെങ്കിൽ നടുവേദനയ്ക്ക് ആയതുകൊണ്ട് അനുവാട്ടനൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റാറില്ല. പിന്നെ അനുവാട്ടൻ പറയും കുറച്ച് കഷ്ടപ്പെട്ടാലും നല്ല ആഹാരം കഴിക്കാമല്ലോ എന്ന്. അത് ശരിയാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാൾ നമ്മൾ സ്വന്തമായി അധ്വാനിച്ച് കഴിക്കുന്നത് അതൊരു പ്രത്യേക രുചി തന്നെയായിരിക്കും. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം നെൽക്കതിരിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചു. അക്കരെ കണ്ടത്തിലേക്ക് പോവുകയാണ്. ഇനി അവിടെ തെങ്ങിന് വെള്ളം ഒഴിക്കണം. അങ്ങോട്ടേക്ക് കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെ അച്ഛനും മോനും തെങ്ങിന് വെള്ളം ഒഴിക്കുവാണെങ്കിൽ ഞാൻ കുറച്ച് സമയം ഇവിടെ ഇരുന്നു. ഇതെന്താണെന്ന് നിങ്ങൾക്കറിയോ? മൊട്ടാമ്പിളിങ്ങ എന്നാണ് ഞങ്ങൾ പറയാറ്. ഇതിന് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട്. ശരീര വളർച്ചയ്ക്കും ബുദ്ധി വികാസത്തിനും പിന്നെ വൃക്കരോഗത്തിനൊക്കെ ഇത് നല്ലതാണെന്ന് പറയുന്നുണ്ടായിരുന്നു. പണ്ട് ഇതൊക്കെ നെറ്റിയിലടിച്ച് പൊട്ടിക്കും, കയ്യിലെടുത്ത് ഞെക്കി പൊട്ടിക്കാറുണ്ട്. അതൊരു പ്രത്യേക രസമാണ്. ഞൊട്ടാഞ്ഞൊടിയൻ എന്ന് ഇതിനെ പറയാറുണ്ട് കേട്ടോ.
അങ്ങനെ തെങ്ങിന് വെള്ളമൊക്കെ ഒഴിച്ചു ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.